അവനെ കണ്ടപ്പോൾ പെട്ടെന്ന് വളരെ മാറ്റമുണ്ടായി. അവൻ്റെ വസ്ത്രധാരണത്തിലായാലും സ്വഭാവത്തിലായാലൊക്കെ. എന്തടാ ഇങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, മതമൊക്കെ വിട്ടടേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആശങ്ക എന്ന നിലക്ക് ഒരു ഹദീത്താണ് അവിടെ നൽകിയിരിക്കുന്നത്. ഇങ്ങനെയാണ്: എനിക്ക് ശേഷം ഞാൻ നിങ്ങളിൽ ഭയപ്പെടുന്നത് ഇഹലോകത്തിൻ്റെ ഭംഗിയും അത് നിങ്ങളിലേക്ക് തുറക്കപ്പെടുകയും ചെയ്യുന്നതാണ് എന്നാണ്. രണ്ടു കാര്യങ്ങളാണ്. ഒന്ന്, ഇഹലോകത്തിൻ്റെ ഭംഗി, ദുനിയാവിൻ്റെ പളപളപ്പ് എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുള്ള ഒരു കാര്യം അവിടെ നിർത്തിയില്ല. മറിച്ച് രണ്ടാമത് പറഞ്ഞത് അത് നിങ്ങളിലേക്ക് തുറക്കപ്പെടുകയും ചെയ്യുന്നതിനെയാണ് എന്നാണ്. സ്വാഭാവികമായും ആ പളപളപ്പിൽ, ആ ഭംഗിയിൽ നമ്മൾ മതിമറന്ന് പിന്നെ അതിൽ മാത്രമായി ജീവിതം മുന്നോട്ട് നയിക്കുന്ന സാഹചര്യത്തെയാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളിൽ ഭയപ്പെട്ടത് എന്നാണല്ലോ യഥാർത്ഥത്തിൽ. മനുഷ്യൻ്റെ ഒരു പ്രകൃതവും പൊതുവിൽ അങ്ങനെയാണ്. ദുനിയാവിൻ്റെ നശ്വരമാണ് ദുനിയാവ് എന്നൊക്കെ ആവർത്തിച്ച് പറഞ്ഞു കേട്ടാൽ പോലും ദുനിയാവിൽ എന്തെങ്കിലും ഒരു ഭൗതിക നേട്ടങ്ങളോ അല്ലെങ്കിൽ നല്ലൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ, ചില ആളുകൾ അങ്ങനെയാണ്, നല്ലൊരു ജോലി കിട്ടുന്നവരൊക്കെ ഒരുപക്ഷെ അള്ളാഹിനെ കോർക്കും. എന്നാൽ നല്ലൊരു ജോലി കിട്ടി, നല്ല ഒരു വീടായി അല്ലെങ്കിൽ സൗകര്യങ്ങളായി, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ മെല്ലെ മെല്ലെ ആ ഒരു ദുനിയാവിൻ്റെ പളപളപ്പിലൂടെ മാത്രം സഞ്ചരിക്കുന്ന ഒരു സാഹചര്യം. അതല്ലെങ്കിൽ നല്ലൊരു പിന്നെ ഒരു ബിസിനസ് തുടങ്ങുന്നത് വരെ നന്നായി റിസ്ക് എടുത്ത് പ്രയാസപ്പെട്ട് എങ്ങനെയെങ്കിലും ഒരു ചെറിയ ഒരു ഷോപ്പ് തുടങ്ങിയാൽ മതി എന്ന മാനസികാവസ്ഥയിൽ അയാൾ ആ ഷോപ്പ് ആരംഭിച്ചു. അത് പിന്നെ വലിയ ഒരു പിന്നെ നന്നായി വികസിച്ച് വളർന്നു വന്നു ആ ബിസിനസ്. അങ്ങനെ സ്വാഭാവികമായും ആ പളപളപ്പിൽ പിന്നെ ബിസിനസ് മാത്രമായി, നമസ്കാരം പോലും നഷ്ടപ്പെടുത്തി, ജമാഅത്ത് നഷ്ടപ്പെടുത്തി, പിന്നെ അതിൽ മാത്രമായി മുന്നോട്ട് പോകുന്ന സാഹചര്യം അങ്ങനെ ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ അത് വലിയ ആശങ്കയാണ് യഥാർത്ഥത്തിൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്, നൽകപ്പെടുന്നത്. അഥവാ അനശ്വരമായ ജീവിതത്തിലേക്കുള്ള നീക്കിയിരിപ്പ് അത് നഷ്ടപ്പെടുത്തുന്നു എന്നതാണല്ലോ യഥാർത്ഥത്തിൽ അത് നൽകുന്ന ഒരു പാഠം. ഈ നശ്വരതയ്ക്ക് പിന്നാലെ പോയി, ദുനിയാവിൻ്റെ പളവളപ്പിൻ്റെ പിന്നാലെ പോയി, അനശ്വരമായ അനന്തമായ പരലോകത്തേക്കുള്ള നീക്കിവെപ്പ്, അതല്ലെങ്കിൽ അവിടേക്ക് നമ്മൾ ഒരുക്കി വെക്കേണ്ട പിന്നെ സമ്പാദ്യം എന്ന് പറയുന്ന നന്മകൾക്കുള്ള അവസരങ്ങളെ നഷ്ടപ്പെടുത്തി മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായാൽ അത് വലിയ നഷ്ടമായിരിക്കും വിശ്വാസിക്കുണ്ടാവുക. അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ആശങ്കയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു ഹദീസിലൂടെ പങ്കുവെക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഒരു സംഭവം ഓർമ്മയായത്. എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞതാണ്. അവൻ്റെ ഒരു കൂട്ടുകാരൻ ഒരുമിച്ച് ഒരു ഇസ്ലാമിക് കോളേജിലൊക്കെ പഠിച്ച ആളുകളാണ്. അവനെ കണ്ടപ്പോൾ പെട്ടെന്ന് വളരെ മാറ്റമുണ്ടായി. അവൻ്റെ വസ്ത്രധാരണത്തിലായാലും സ്വഭാവത്തിലായാലൊക്കെ. എന്തടാ ഇങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, മതമൊക്കെ വിട്ടടേ. അപ്പോൾ അവനിപ്പോൾ അടുത്ത കാലത്ത് ജോലി കിട്ടി, നല്ലൊരു ജോലിയൊക്കെ കിട്ടി. അങ്ങനെ ഒഴുക്കിൽ അവനിങ്ങനെ പോയി. അവൻ മതം വിട്ടിട്ടൊന്നുമില്ല, പക്ഷേ അവൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ മതത്തിന് പുറത്തു പോയോ എന്ന ഒരു ആശങ്കയുണ്ട്. അതേപോലെ ഞാനിപ്പോൾ ഇനി മതമൊന്നും നോക്കി ജീവിക്കേണ്ടവനല്ല, ഞാൻ ഇങ്ങനെ ഈ ഒരു പൊസിഷനിൽ ഇങ്ങനെ പോകേണ്ടവനാണ് എന്നുള്ളൊരു ചിന്തയോടുകൂടി പറഞ്ഞതാവാം. അപ്പോൾ ആ ഒരു മനോഭാവം നമ്മൾ ഇനി ഇങ്ങനെ അറബി കോളേജിലൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ ആ ഒരു നിലക്ക് ഇങ്ങനെ പോവുക, അവിടെ നിന്നിട്ട് പോന്നു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു നിലക്ക് എന്നുള്ളത്. അപ്പോൾ അള്ളാഹിനെ പറ്റി അന്നുള്ള അല്ല തന്നെയാണ്, പണ്ടൊക്കെ പണ്ടേയുള്ള അല്ല തന്നെയാണ് ഇപ്പോഴും ഉള്ളത് എന്ന് ഓർമ്മപ്പെടുത്തേണ്ട ഒരു സ്ഥിതി തന്നെയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഉദാഹരണങ്ങൾ തിരയുമ്പോൾ പെട്ടെന്ന് കാടുകളും ജീവികളും ഒക്കെ ആയിട്ടുള്ള ഉദാഹരണങ്ങൾക്ക് പോകും. ഇപ്പോൾ കാട്ടിൽ പണ്ടൊക്കെ ആനകളെ പിടിച്ചിരുന്നത് ഒരു കുഴി ഉണ്ടാക്കി അതിൻ്റെ മേലെ ചുള്ളിക്കമ്പുകളും മരങ്ങളൊക്കെ നിരത്തി നല്ല പൂവും ചെടികളൊക്കെ നട്ട് പിടിപ്പിക്കുന്നു. അപ്പോൾ അതിൽ ആകൃഷ്ടരായി ആനകൾ വന്ന് ഈ കുഴിയിലേക്ക് പതിക്കുകയാണ്. അങ്ങനെ തന്നെയാണ് മനുഷ്യൻ. ഇപ്പോൾ നരകത്തിന് മറയിട്ടിരിക്കുന്നത് നല്ല നല്ല കാര്യങ്ങൾ കൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഇങ്ങനെ കടന്ന് പോയി ആ നരകത്തിയിലേക്ക് പതിക്കാനാണ് ആളുകൾക്ക് താല്പര്യം കാണിക്കുന്നത്. നരകം കാണുമ്പോഴാണ് പിന്നെ അതിൻ്റെ ഭീകരത മനസ്സിലാകുക. അപ്പോഴേക്ക് അതിൻ്റെ ചൂട് തട്ടി അതിലേക്ക് വീണിട്ടുണ്ടാവും. മാത്രമല്ല, ദുനിയാവിൻ്റെ ഭംഗിയെ മാത്രമല്ല, അത് നിങ്ങളിലേക്ക് തുറക്കപ്പെടുന്നതിനെ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതിലൊരുപാട് കാര്യങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാനുണ്ട്. അത് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ അനുഭൂതിയായി, നേരത്തെ പറഞ്ഞ പോലെ ആനയെ സംബന്ധിച്ചിടത്തോളം ആനയെ ആകൃഷ്ടമാക്കുന്ന കാര്യങ്ങൾ എന്ന പോലെ
ദുനിയാവിൻ്റെ ഭംഗിയും ദുനിയാവിൻ്റെ പളവളപ്പും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നമുക്ക് അട്രാക്ഷനുള്ള ഒന്നായി നമ്മുടെ മുമ്പിൽ തോന്നിക്കപ്പെടുകയും അത് നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മൾ അതിലേക്ക് മാത്രമായി നമ്മുടെ ജീവിതത്തെ പിന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായാൽ അത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ നിന്ന് നന്മകൾ ഊരിയെറിയുന്ന സാഹചര്യം ഉണ്ടാകും. അതുപോലെ തന്നെ വിശ്വാസത്തിൻ്റെ ഓരോ കണങ്ങൾ അവൻ്റെ ജീവിതത്തിൽ നിന്ന് പറിച്ചു നടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് അനന്തമായ അനശ്വരമായ ജീവിതത്തിൽ പരലോകത്ത് നരകം ഏറ്റുവാങ്ങേണ്ട സാഹചര്യം വിശ്വാസിയെ തേടിയെത്താൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ദുനിയാവിൻ്റെ പളപളപ്പിൽ മതിമറക്കാതെ ഓരോ ഘട്ടത്തിലും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്തുകൊണ്ട് പരലോകത്ത് നേട്ടം കൊയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട് എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ ഓർത്തെടുക്കാൻ കഴിയുന്നത്. അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. ആമീൻ.